C1 ആർത്രൈറ്റിസ് ആണ് ടോപ്പിക് വന്നേക്കുന്നത്. C1 എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു മാം എന്ന്. ശരി. ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ആൻസർ ബീറ്റ. ഓപ്ഷൻ ബി. കിട്ടിയോ നിങ്ങക്ക്? കിട്ടിയിരുന്നു. പറഞ്ഞ ഒരാള്. Second paragraph, a 2003 to 2005 National Health Interview Survey in the United States of America reported 21.6% of adults have self-reported doctor-diagnosed arthritis. In Australia, it is estimated that by 2020, 1 in every 5 Australians will have arthritis. To date, despite the expenditure of enormous amount of money on research and the considerable effort of scientists throughout the world, a cure for arthritis has proved elusive. And alpha വന്നിട്ട് much too more adults in Australia have arthritis than US എന്ന് പറയുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ വരുന്നത് ഒരു 1 in 5 അല്ലേ മാം? അപ്പൊ 20% അല്ലേ വരുള്ളൂ? അതിന്റെ ഏകദേശം തേർഡിലും പറയുന്നത് ഓവർ 20% ഓഫ് ഓസ്ട്രേലിയൻ ഹാവ് ആർത്രൈറ്റിസ് അല്ലേ? ഓപ്ഷൻ സി. ഓപ്ഷൻ സി. അപ്പൊ ഓവർ 20% ഓഫ് ഓസ്ട്രേലിയൻസ് ഹാവ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞു. 20% ഉള്ളൂ. പക്ഷെ ബീറ്റ വന്നിട്ട് മോർ അഡൽട്ട് ഇൻ US ഹാവ് ആർത്രൈറ്റിസ്. USA 21% ഉണ്ട്. അപ്പൊ അതല്ലേ കൂടുതൽ വരുന്നത്. For more adults in US have arthritis than in Australia. മറ്റേത് രണ്ട് സെയിം അല്ലേ വരുന്നത്? മറ്റേത് 20% അല്ലേ വരുന്നുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ മാം, കേൾക്കാം. ഭയങ്കര മഴയാണ്. അപ്പൊ നിങ്ങൾ പറയുന്നത് എനിക്ക് കേൾക്കാൻ വലിയ ബുദ്ധിമുട്ട്. ഉറക്കെ പറയണേ. ഓക്കെ മാം. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഡെൽറ്റ 4 in every 100 പീപ്പിൾസ് അല്ല, 1 in 5 പീപ്പിൾസ് ഹാവ് ആർത്രൈറ്റിസ്. അത് എവിടെയാണെന്നൊന്നും പറയുന്നില്ല. 4 in every എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് എവിടെയാണെന്ന് പറയുന്നില്ലല്ലോ. അങ്ങനെ വന്നിട്ട് ബീറ്റ ഓപ്ഷൻ കിട്ടിയ മാം. നോക്കാം. ഓപ്ഷൻ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? അപ്പൊ നമുക്ക് ഫോൾസ് ആയിട്ടുള്ളത് നോക്കാം. ഓപ്ഷൻ എ, മോർ അഡൾട്ട് ഇൻ ഓസ്ട്രേലിയ ഹാവ് ആർത്രൈറ്റിസ് ദാൻ ഇൻ ദ US. അപ്പൊ US-നേക്കാളും ആർത്രൈറ്റിസ് കൂടുതലുള്ളത് ഓസ്ട്രേലിയയിലെ അഡൾട്ടിനാണെന്ന് പറയുന്നു. സെക്കൻഡ് പാരഗ്രാഫിൽ നോക്ക്. A 2003 to 5 National Health Survey in the US of America reported 21.6 of adults have self-reported doctor diagnosed arthritis. അപ്പോ US-ൽ 21.6% അഡൾട്ട് റിപ്പോർട്ട് ചെയ്തു അവർക്ക് ഡോക്ടർ ഡയഗ്നോസ് ചെയ്തു ആർത്രൈറ്റിസ്. In Australia, it is estimated that by 2020, 1 in every 5 Australian will have arthritis. അപ്പൊ എന്താണ് ഓസ്ട്രേലിയയില് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് 1 in every 2020 ആകുമ്പോ 5 പേരിൽ ഒരാൾക്ക് ആർത്രൈറ്റിസ് ഉണ്ടാകുമെന്നൊരു എസ്റ്റിമേറ്റ് ചെയ്യുവാണ്. അപ്പൊ നമുക്ക് ആൽഫ എലിമിനേറ്റ് ചെയ്യാം. ഓസ്ട്രേലിയൻസിനല്ല കൂടുതൽ. 1 in every 5 എന്ന് പറയുമ്പോ എത്ര ആവത്തേ ഉള്ളൂ? 20% ആവത്തേ ഉള്ളൂ അല്ലേ? ഇവിടെ US-ന് എത്രയുണ്ട്? 21.6% ഉണ്ട്. അപ്പൊ ആൽഫ എലിമിനേറ്റ് ചെയ്യാം. Then over 20% of Australian have arthritis. ഓവർ 20% ഇല്ല, 1 in every 5 എന്നാണ് പറഞ്ഞേക്കുന്നത് അവിടെ. അപ്പൊ എത്രയാണ്? 20% ആവത്തുള്ളൂ, ഓവർ ആവത്തില്ല. അതും നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. സി. Then 4 in every 100 people have arthritis. 4 in every 100 അല്ല, തേർഡ് ലൈന് പറയുന്നത് 1 in every 5 people എന്നാണ്. 1 in every 5 എന്നാകുമ്പോഴത്തേക്ക് 20% ആണ്. അപ്പൊ എലിമിനേറ്റ് ചെയ്തിട്ട് ബീറ്റ, മോർ അഡൾട്ട് ഇൻ ദ US ഹാവ് ആർത്രൈറ്റിസ് ദാൻ ഓസ്ട്രേലിയ. അതായത് ഓസ്ട്രേലിയയിൽ 20%, US-ൽ എത്രയാണ്? 21.6% ആണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഓക്കെ ആയോ എല്ലാവർക്കും? കിട്ടാത്തവർക്ക് ഓക്കെ മാം. ഓക്കെ. Second question, 8th question. According to the article, a cure of arthritis is. കിട്ടിയായിരുന്നോ? Hard to find. Charlie. കിട്ടിയതോ? ലാസ്റ്റ് ലൈൻ. ആൻസർ ചാർലി ആണ്. കിട്ടിയോ? സെക്കൻഡ് പാരഗ്രാഫ് ലൈനില്ലേ മാം? കിട്ടിയായിരുന്നു.
സെക്കൻഡ് പാരഗ്രാഫിൽ ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് എ ക്യൂർ ഓഫ് ആർത്രൈറ്റിസ് ഹാസ് പ്രൊവൈഡ് ഇലൂസീവ് മീൻസ് എന്താണ് ഡിഫിക്കൽട്ട് ടു ഫൈൻഡ്. അപ്പൊ ആ ഒരു വേർഡ് മീനിങ്ങിൽ നിന്നാണ് ചാർലി ഹാർഡ് ടു ഫൈൻഡ്. ഓക്കെ അല്ലേ? ഇത് ഇലൂസീവ് എന്ന വേർഡ് മീനിങ് ആണ് ഡിഫിക്കൽട്ട്. അപ്പൊ അവിടെ നിന്ന് എന്താണ് ഹാർഡ് ടു ഫൈൻഡ് നമുക്ക് ആൻസർ ലൊക്കേറ്റ് ചെയ്യാം. ബാക്കിയെല്ലാം എലിമിനേറ്റ് ചെയ്യാം. Then ninth one, which of the following statement is not reflected in the article? അപ്പൊ ഈ ആർട്ടിക്കിളിൽ റിഫ്ലക്ട് ചെയ്യാത്ത സ്റ്റേറ്റ്മെന്റ് ഏത്? ആൻസർ ബീറ്റ. ഒക്കെ ചെയ്യാവോ ഒരാൾക്ക്? Some powerful drug. പറഞ്ഞോ. Third paragraph അല്ലേ മാം? മെഡിക്കൽ ട്രീറ്റ്മെന്റ് റേഞ്ച് സിമ്പിൾ പെയിൻ relievers like paracetamol, which is pain and is taken as recommended, has few side effects. Two powerful non-steroidal anti-inflammatory drug and corticosteroids. Such drugs can provide effective relief from the pain, joint stiffness, inflammation, but do not result in a permanent cure. അവിടെ ഒരു പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അവിടുന്ന് ആൻസർ സെലക്ട് ചെയ്യാം. പിന്നെ ഫസ്റ്റ് ഇന്ന് പാരസെറ്റമോൾ ഹാസ് ഫ്യൂ സൈഡ് ഇഫക്ട്സ്. ഇവിടെ എന്താ ക്വസ്റ്റ്യൻ? നമുക്ക് റിഫ്ലക്ട് തന്നേക്കാത്ത പോയിന്റ് എന്നാണ്. നോക്ക്, ഓപ്ഷൻ എ പാരസെറ്റമോൾ ഹാസ് ഫ്യൂ സൈഡ് ഇഫക്ട്സ്. ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട് മെഡിക്കൽ ട്രീറ്റ്മെന്റ് റേഞ്ച് ഫ്രം സിമ്പിൾ പെയിൻ റിലീവേഴ്സ് ലൈക്ക് പാരസെറ്റമോൾ which is pain and if taken as recommended has few side effects. അപ്പൊ സൈഡ് ഇഫക്ട്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ ആ പിങ്ക് കളറിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഓപ്ഷൻ. Then C, pregnancy and lactation contradict the use of certain drugs. Last in second line there may also be contraindications relating to other medical conditions used during pregnancy or lactation and adverse reactions as a result of allergies. അപ്പൊ പ്രഗ്നൻസിക്ക് അഡ്വേഴ്സ് റിയാക്ഷൻസ് ഉണ്ടാക്കാന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഡി, പവർഫുൾ നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ക്യാൻ പ്രൊവൈഡ് ഇഫക്റ്റീവ് റിലീഫ് ഫ്രം പെയിൻ, ജോയിന്റ് സ്റ്റിഫ്നെസ് ആൻഡ് ഇൻഫ്ലമേഷൻ. നമുക്ക് സെക്കൻഡ് ലൈനിൽ നിന്ന് ആ ഓപ്ഷൻ ലൊക്കേറ്റ് ചെയ്യാം. ടു പവർഫുൾ നോൺ സ്റ്റീറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ് ആൻഡ് കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. സച്ച് ഡ്രഗ്സ് ക്യാൻ പ്രൊവൈഡ് ഇഫക്റ്റീവ് റിലീഫ് ഫ്രം പെയിൻ, ജോയിന്റ് സ്റ്റിഫ്നെസ് ആൻഡ് ഇൻഫ്ലമേഷൻ. അവിടെ ഇത്രയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താണ് ഒരു ആൻസർ ആയിട്ട് വരുന്നത്? ബീറ്റ, സം പവർഫുൾ ഡ്രഗ്സ് ക്യാൻ പ്രൊവൈഡ് എ പെർമനന്റ് ക്യൂർ. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഒരു ഫോർത്ത് ലൈനിൽ പറയുന്നുണ്ട് ഡു നോട്ട് റിസൾട്ട് ഇൻ എ പെർമനന്റ് ക്യൂർ. അപ്പോ ആൻസർ പറയാത്തത് ബീറ്റ. ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ് വൺ 10, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏത്? ചാർലി കിട്ടിയോ? കിട്ടിയില്ലേ? ഇല്ല. ആർക്കും കിട്ടിയില്ല? നമുക്ക് നോക്കാമേ. പറഞ്ഞോ കിട്ടിയാള്. ആൽഫ US റീപ്ലേസ്മെന്റ് സർജറിയെ കുറിച്ചാണ്. പക്ഷെ ആൽഫ ആർട്ടിക്കിളില് ഓസ്ട്രേലിയയില് over last 10 years hip replacement surgery has increased in Australia എന്ന് പറഞ്ഞത്. ആൽഫ such surgery is unsuitable for elderly എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ആർട്ടിക്കിളിൽ കൊടുത്തേക്കുന്ന high effective enhancing mobility. Such procedures can have high effective enhancing mobility in majority of cases എന്നാണ് കൊടുത്തേക്കണേ. അപ്പം അതും eliminate ചെയ്യാം. ഡി, ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി ഈസ് നോട്ട് എക്സ്പെൻസീവ് ആസ് ആൻഡ് ഈസിലി അക്സസബിൾ. അങ്ങനെ ഒരു പോയിന്റ് ആ ആർട്ടിക്കിളിനകത്തില്ല. അതുകൊണ്ട് ഹിപ്പ് റീപ്ലേസ്മെന്റ് യൂഷ്വലി ഇംപ്രൂവ്സ് മൊബിലിറ്റി എന്നുള്ളത് ഞാൻ വായിച്ച സെന്റൻസ് തന്നെ. മൊബിലിറ്റി ഇൻ ദ മെജോറിറ്റി, എഫക്റ്റീവ് എൻഹാൻസിങ് മൊബിലിറ്റി ഇൻ ദ മെജോറിറ്റി ഓഫ് കേസസ്. അതെ, നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇവിടെ ഓപ്ഷൻ എയില് in the US hip replacement surgery has increased by 94.1% in the last decade. അത് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, ലാസ്റ്റ് പോയിന്റ് ആയിട്ട്. ഫോർ എക്സാമ്പിൾ, the 2007 spring issue joint news report over the last 10 years
hip replacement surgery has increased in Australia by 94.1%. അതായത് നമുക്ക് ഈ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് ഓസ്ട്രേലിയ എന്നാണ്, ഓപ്ഷനിലോട്ട് വരുമ്പോൾ അവിടെ US എന്നാണ്, അപ്പൊ അത് റോങ്. Then B, surgery is unsuitable for the elderly. എൽഡർലിക്ക് അൺസ്യൂട്ടബിൾ അല്ല. സെക്കൻഡ് പേജിൽ ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് such procedure can be highly effective in enhancing mobility in the majority of cases. Majority of casesലും ഇത് highly effective എന്നാണ് പറഞ്ഞേക്കുന്നത്. പിന്നെ ഡെൽറ്റ, ഹിപ്പ് റീപ്ലേസ്മെന്റ് സർജറി is not expensive and is easily accessible. എക്സ്പെൻസീവ് അല്ല, ഈസിലി accessible ആണ് എന്നൊരു പോയിന്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല, നോട്ട് മെൻഷൻ ആണ്, സോ എലിമിനേറ്റ് ചെയ്യാം. Then Charlie, hip replacement surgery usually improve mobility. സെക്കൻഡ് പേജില് സെക്കൻഡ് ലൈനായിട്ട് പറയുന്നുണ്ട് the need for hip replacement surgery is becoming increasing common among the elderly as longevity increases. അല്ലേ? Yes, ma'am. കാരണം പ്രൊസീജിയർ ഹൈലി ഇഫക്റ്റീവ് ആണ്, മൊബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ടെന്ന് മേളിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ 2 ലൈൻസിൽ നിന്ന് ആൻസർ എടുക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്വസ്റ്റ്യൻ? ബി എലിമിനേറ്റ് ചെയ്ത് എങ്ങനെയാണെന്നോട് പറയാവോ? അൺസ്യൂട്ടബിൾ അല്ലാന്ന് എൽഡർലിക്ക്, അങ്ങനെയാണ് ബി പറയുന്നത്. പക്ഷെ ഫസ്റ്റ് ലൈന് പറയുന്നില്ലേ സച്ച് പ്രൊസീജിയർ ക്യാൻ ഹൈലി ഇഫക്റ്റീവ് ഇൻ എൻഹാൻസിങ് മൊബിലിറ്റി ഇൻ ദ മെജോറിറ്റി ഓഫ് കേസസ്. The need for hip Okay. replacement surgery is becoming increasing common among the elderly. ഇതിന്റെ നീഡ് എന്താണ്? കോമൺ ആവുക എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ 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 മനസ്സിലായി. 7. According to the article, which one of the following statement is false? ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാന്ന്? ആൻസർ ആൽഫ ആണ്. ബാക്കി 3 ഓപ്ഷൻസ് ട്രൂ ആണ്. കിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും? കിട്ടിയത് ma'am. ഓപ്ഷൻ വായിക്കടാ ഓരോരുത്തർ. ഓപ്ഷൻ എ വായിക്കൊരാള്. Glucosamine is clinically proven. ഇവിടെ പറയുന്ന അത് clinically proven ആണെന്ന് പറഞ്ഞിട്ടില്ല മാം. സോറി എ അല്ല, നമ്മൾ ബി തൊട്ട് വായിക്കേ. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യണം ആദ്യം. Okay. Natural products can have side effects. എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം നമുക്ക്? നെക്സ്റ്റ് പേജില് പാരഗ്രാഫിന്റെ ലാസ്റ്റ്. However, even natural products can have side effects. അതായത് നെക്സ്റ്റ് സെക്കൻഡ് പേജ്, തേർഡ് പേജ് അല്ലേ? തേർഡ് പേജില് ഒരു സെക്കൻഡ് പാരഗ്രാഫില് ലാസ്റ്റ് സെക്കൻഡ് ലൈന് പറയുന്നുണ്ട് however even natural products can have side effect or conflict with other medication. അപ്പൊ സൈഡ് ഇഫക്റ്റ് ഉണ്ടാകാന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ട്രൂ ആണ്. ദെൻ ചാർലി എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം? സെയിം പാരഗ്രാഫിൽ സെക്കൻഡ് ലൈന് പറയുന്നുണ്ട് അല്ലേ? Therefore, there are also a number of nutrition supplements that may relieve the inflammation, pain and slow degeneration of affected joints. അതല്ലേ നമുക്ക് ചാർലി പറഞ്ഞേക്കുന്നത്? Number of supplements, sorry, number of nutrition supplements may relieve the inflammation, pain and slow degeneration of affected joints. അപ്പൊ ചാർലിയും പറഞ്ഞു. Then D, delta fatty omega-3 fatty acid can help reduce inflammation. അത് നമുക്ക് തേർഡ് പാരഗ്രാഫില് സെക്കൻഡ് ലൈൻ omega-3 fatty acids can help reduce inflammation. അപ്പൊ ഈ 3 ഓപ്ഷൻസും ട്രൂ ആണ്. പിന്നെ നമുക്ക് എന്താണ് ആൻസർ? ആൽഫ, ഗ്ലൂക്കോസമൈൻ ഡയറ്ററി സപ്ലിമെന്റ്സ് ഈസ് ക്ലിനിക്കലി പ്രൂവൺ. നെക്സ്റ്റ് ലൈന് പറയുന്നുണ്ട് റിസർച്ച് പബ്ലിഷ്ഡ് ഇൻ എ reputable medical journal also suggest a glucosamine dietary supplements can slow down the deterioration of joints associated with osteoarthritis. As a result, selected hospitals are conducting clinical research trials to determine the validity of research. അതായത് ഈ റിസർച്ചിന്റെ വാലിഡിറ്റി ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി ഇവർ എന്ത് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട്? ഒരു ട്രയൽ കണ്ടക്ട് ചെയ്യുകയാണെന്ന് പറയുന്നുണ്ട് അല്ലെ? ആസ് എ റിസൾട്ട് സെലക്ടഡ് ഹോസ്പിറ്റൽ ആർ കണ്ടക്ടിങ് ക്ലിനിക്കൽ റിസർച്ച് ട്രയൽ ടു ഡിറ്റർമൈൻ എ വാലിഡിറ്റി ഓഫ് റിസർച്ച്. അപ്പൊ റിസർച്ചിന്റെ വാലിഡിറ്റി അറിയാനായിട്ട് ഒരു ട്രയൽ കണ്ടക്ട് ചെയ്യുന്നതേ ഉള്ളൂ, അത് പ്രൂവൺ ആക്കിയിട്ടില്ല അല്ലേ? മനസ്സിലായോ? Okay, ma'am. 12th question. In paragraph 8, the expression of anecdotal evidence can best be described as. Anecdotal evidence ആ ഒരു ഫ്രേസ് എന്ത് ഡിസ്ക്രൈബ് ചെയ്യുന്ന എന്താണ്? കിട്ടിയോ നിങ്ങക്ക്? കിട്ടിയാവോ? അതായത് ഈ സെയിം പേജില് അല്ല നെക്സ്റ്റ് പേജില് ലാസ്റ്റ് തേർഡ് പാരഗ്രാഫ് നോക്കുക.
Dietitians also advise arthritis sufferers to eat fatty fish such as herring, tuna, mackerel, salmon, or sardines at least twice a week. There is also anecdotal evidence from people with arthritis. There is certain food impact negatively on their condition. അപ്പോൾ ഡയറ്റീഷ്യൻസ് ആർത്രൈറ്റിസ് സഫറേഴ്സിന്റെ അടുത്ത് ഈ ഒരു ഫുഡ് ഐറ്റംസ് അറ്റ്ലീസ്റ്റ് ചോയ്സ് ചെയ്ത് കഴിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ ആർത്രൈറ്റിസ് സഫറേഴ്സ്, അതായത് ഓൾറെഡി ആർത്രൈറ്റിസ് ഉള്ള പീപ്പിളിന്റെ അടുത്ത് നിന്ന് ഇവിടെ എന്തുണ്ടെന്ന് പറയുന്നുണ്ട്, ഈ ഒരു ഫുഡിനെ പറ്റി ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ട്. അപ്പൊ അനക്ഡോട്ടൽ എവിഡൻസ് മീൻസ് ആരുടെ അടുത്ത് നിന്നാണ്? പീപ്പിൾ വിത്ത് ആർത്രൈറ്റിസ്, അതായത് ഒരാളിൽ നിന്ന് ഉണ്ടായ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് അല്ലെ. മനസ്സിലായോ? പേഴ്സണൽ ഒബ്സർവേഷൻ, അതാണ് ആ വേർഡ് മീനിങ് വരുന്നത്. ഒരാൾക്ക് ഉണ്ടാകുന്ന ഒബ്സർവേഷൻ എക്സ്പീരിയൻസ്. അപ്പൊ അങ്ങനെയാണ് അനക്ഡോട്ടൽ എവിഡൻസ് മീൻസ് ആ പേഴ്സണൽ ഒബ്സർവേഷൻ. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? Yes, ma'am. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ക്വസ്റ്റ്യനില്? ഇല്ല മാം. നെക്സ്റ്റ് വൺ നോക്കാം. ബാക്കി എല്ലാ ഓപ്ഷൻസും എലിമിനേറ്റ് ചെയ്യാൻ നമുക്ക് വേർഡ് മീനിങ് വെച്ചിട്ട് ആൽഫ. 13. Which of the following statement appear in the article relating to diet? ആൻസർ ചാർലി. കിട്ടിയോ നിങ്ങക്ക്? കിട്ടിയായിരുന്നു. അറിയാവോ? ഒരാളെ ലൊക്കേറ്റ് ചെയ്യാവോ ആൻസർ? ഈ കിട്ടിയായിരുന്നു എന്ന് പറയാൻ എടുക്കുന്ന ഇഫാർട്ട് എന്താ ലൊക്കേറ്റ് ചെയ്യാൻ എടുക്കാത്തെ? ഇത് നോക്കി വരുമ്പോ ഇത് എവിടെയൊന്നും പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫോൺ. അതിന് മുമ്പുള്ള പാരഗ്രാഫിൽ ലാസ്റ്റ് ഉം. preferably water and fresh juices rather than carbonated drinks are recommended എന്ന് കൊടുത്തിട്ടുണ്ട്. The intake of alcohol should preferably kept to be low level എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് ആൽക്കഹോൾ മോഡറേഷൻ ഈസ് ബെനിഫിഷ്യൽ. അത് എലിമിനേറ്റ് ചെയ്യാം. ബി കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആർ റെക്കമെൻഡഡ് എന്നല്ല, ഫ്രൂട്ട്സ് ആൻഡ് ഫ്രൂട്ട് ജ്യൂസസോ അങ്ങനെയുള്ള സാധനങ്ങൾ റെക്കമെൻഡഡ് കൊടുത്തേക്കാണ്. റാദർ ദാൻ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് റെക്കമെൻഡഡ് എന്ന് കൊടുത്തേ. അപ്പൊ അതും എലിമിനേറ്റ് ചെയ്യാം. ഫാറ്റി ഫിഷ് സച്ച് ആസ് herring, tuna, mackerel and swordfish must be eaten twice weekly എന്നാണ് കൊടുത്തേക്കുന്നത്. അത് നെക്സ്റ്റ് പാരഗ്രാഫിൽ ഒരു അറ്റ്ലീസ്റ്റ് ടോയ്സ് എ വീക്ക് എന്നാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് അതും എലിമിനേറ്റ് ചെയ്തിട്ട് ആൻസർ സി ആർത്തറിറ്റിസ് ഇൻഡിക്കേറ്റ് സം ഫുഡ്സ് അഡ്വേഴ്സ്ലി അഫക്ട് ദിയർ കണ്ടീഷൻ. അതാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞേക്കണേ. അവര് ഡയറിയിൽ നോട്ട് ചെയ്ത് വെക്കുമ്പോൾ ചില ഫുഡ്സ് കീപ്പിംഗ് ഫുഡ് ഡയറി ഓർ എ പീരീഡ് ഓഫ് മന്ത്സ് ഓർ മോർ കുഡ് ഹെൽപ്പ് ഇൻഡിവിജ്വൽ ഐഡന്റിഫൈ എനി പർട്ടിക്കുലർ. അതിന് മുന്നിലായിട്ട് കൊടുത്തു there is also anecdotal evidence from people with arthritis that certain foods impact negatively on their condition. അവിടുന്ന് ആൻസർ ലൊക്കേറ്റ് ചെയ്യാം. നമുക്ക് ഇവിടെ ഡയറ്റ് റിലേറ്റ് ചെയ്ത പോയിന്റ് ആണ്, സ്റ്റേറ്റ്മെന്റ് ആണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ആൽക്കഹോൾ ഇൻ മോഡറേഷൻ ഈസ് ബെനിഫിഷ്യൽ. പക്ഷെ നമുക്ക് സെയിം പേജിൽ ലാസ്റ്റ് ഒരു 4th പാരഗ്രാഫായിട്ട് പറയുന്നുണ്ട്. അവിടെ ലാസ്റ്റ് ലൈൻ ഞാൻ ആ മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ സ്ക്രീനിലോട്ട് നോക്ക്, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ ബ്ലൂ ലൈനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. The intake of alcohol should preferably be kept to low level. ആൽക്കഹോൾ ഇൻടേക്ക് ലോ ലെവൽ ആക്കാനേ പറയുന്നുള്ളൂ, അത് ബെനിഫിഷ്യൽ ആണ് എന്ന് പറഞ്ഞിട്ടില്ല. Then ബീറ്റ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആർ റെക്കമെൻഡഡ്. കാർബണേറ്റഡ് ഡ്രിങ്ക്സ് റെക്കമെൻഡ് ചെയ്യുന്നത് തൊട്ട് മുകളിലത്തെ ലൈന് പറയുന്നുണ്ട്. ഗ്രീൻ ഹൈലൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. എ വൈഡ് റേഞ്ച് ഓഫ് ഫ്രഷ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ്, പ്ലെന്റി ഓഫ് ഫ്ലൂയിഡ്സ്, പ്രിഫറബിളി വാട്ടർ ആൻഡ് ഫ്രഷ് ജ്യൂസസ് റാദർ ദാൻ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആർ റെക്കമെൻഡഡ്. അതായത് കാർബണേറ്റഡ് ഡ്രിങ്ക്സിന് പകരം ഫ്രഷ് ജ്യൂസും വെജിറ്റബിൾസും പ്ലെന്റി ഓഫ് വാട്ടറും ഒക്കെയാണ് അവർ എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത് അല്ല, റോങ് ആണ്. Then delta fatty fish such as herring, tuna, mackerel and swordfish must be eaten twice weekly. Must be eaten twice weekly അല്ല, നെക്സ്റ്റ് പാരഗ്രാഫിൽ പിങ്ക് ലൈനിട്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്.
Dietitians also advise arthritis sufferers to eat fatty fish such as herring, tuna, mackerel, salmon or sardines at least twice a week. അറ്റ്ലീസ്റ്റ് ട്വൈസ് വീക്ക് കഴിക്കണമെന്നേ പറയുന്നത്. മസ്റ്റ് ആയിട്ടും ട്വൈസ് വീക്കിലി കഴിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, അറ്റ്ലീസ്റ്റ് ആണ് പറയുന്നത്. സോ അതും എലിമിനേറ്റ് ചെയ്യാം. Then Charlie, arthritis sufferers indicate that some foods adversely affect their condition. ഡയറക്റ്റ് ആയിട്ട് തന്നെ നെക്സ്റ്റ് ലൈനിൽ പറയുന്നുണ്ടല്ലോ, ഒരു അനക്ഡോട്ടൽ എവിഡൻസ് കാണിക്കുന്നുണ്ട് ഫ്രം പീപ്പിൾ വിത്ത് arthritis that certain food impact negatively on their condition. അപ്പൊ അവിടെ നിന്ന് ആൻസർ ചാർലി ലൊക്കേറ്റ് ചെയ്യാം. ക്ലിയർ ആയോ കിട്ടാത്തവർക്ക്? Yes, ma'am. 14th question. In which paragraph can you find a description, a style of Tai Chi which is useful for sufferers of arthritis? അതായത് ഇവരുടെ ഡിസ്ക്രിപ്ഷൻ ആർത്രൈറ്റിസ് സഫറേഴ്സിന് യൂസ്ഫുൾ ആയിട്ട് വന്നേക്കുന്ന പാരഗ്രാഫ് ഏതാണ്? ആൻസർ പാരഗ്രാഫ് 11, അതായത് ചാർലി. കിട്ടിയോ? നിങ്ങൾ സ്ക്രീനിലോട്ടൊന്ന് നോക്കാവോ? നെക്സ്റ്റ് പേജിലാണ്, സ്ക്രീനിലോട്ട് നോക്കിയോ. നെക്സ്റ്റ് പേജിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, സൺ സ്റ്റൈൽ Tai Chi മൂവ്മെന്റ്സ് ആർ ഫ്ലൂയിഡ്, gentle and slow and help reduce the pain and stiffness associated with the arthritis condition. അപ്പോൾ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ആർത്രൈറ്റിസുമായി ബന്ധപ്പെട്ട സ്റ്റിഫ്നെസ്സും പെയിനും റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ആർത്രൈറ്റിസ് സഫറേഴ്സിന് യൂസ്ഫുൾ ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് അല്ലേ പറഞ്ഞേക്കുന്നേ? മനസ്സിലായോ നിങ്ങൾക്ക്? ഈ 12th താഴ്ചയുടെ പറ്റി യൂസ്ഫുൾ ആയിട്ട് ഒരു പോയിന്റും പറഞ്ഞിട്ടില്ല. 10th പാരഗ്രാഫിലും 9th സഫറേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള പോയിന്റ്സ് ഒന്നും തരുന്നില്ല. അങ്ങനെയാണ് നമുക്ക് പാരഗ്രാഫ് 11 നിന്ന് ചാർലി ലൊക്കേറ്റ് ചെയ്യുന്നത്. C1 എല്ലാവർക്കും ക്ലിയർ ആണോ? C2 സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. C2 എങ്ങനെയായിരുന്നു? Question number 15. According to paragraph 2, which of the following is true? ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. കിട്ടിയോ? ശരി, നമുക്ക് നോക്കാം. ഫോൾസ് ആദ്യം ലൊക്കേറ്റ് ചെയ്യാം. ഓപ്ഷൻ എ, the incidence of infectious disease is rarely caused by climatic factors. അപ്പോൾ ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് മൂലം ഈ ഇൻഫെക്ഷ്യസ് ഡിസീസിന്റെ ഇൻസിഡൻസ് റെയർലി ക്ലൈമാറ്റിക് ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകുന്നു എന്നാണ് ഓപ്ഷൻ എ പറയുന്നത്. നമുക്ക് സെക്കൻഡ് പാരഗ്രാഫില് ഫസ്റ്റ് ലൈൻ തൊട്ട് മെൻഷൻ ചെയ്യുന്നുണ്ട്, ക്ലൈമറ്റ് ക്യാൻ ബി ആൻ ഇമ്പോർട്ടന്റ് ഡിറ്റർമിനന്റ് ഓഫ് വെക്ടർ ബോൺ ഡിസീസ് എപ്പിഡമിക്. അപ്പോൾ ക്ലൈമറ്റ് ഒരു ഇമ്പോർട്ടന്റ് ഡിറ്റർമിനന്റ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിന്ന് നമുക്ക് എന്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും? Then rarely അല്ല, ഇമ്പോർട്ടന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then B, seasonal variations and geography always lead to increase in mosquito borne disease. അതെങ്ങനെ എലിമിനേറ്റ് ചെയ്യാം? ഒരു ഫോർത്ത് ലൈനായിട്ട് നോക്ക്, അല്ല തേർഡ് ലൈനായിട്ട് നോക്ക്. മൊസ്കിറ്റോ ബോൺ ഡിസീസസ് സച്ച് ആസ് മലേറിയ, ഡെങ്കു ആൻഡ് റോസ് റിവർ വൈറസ് typically show strong seasonal and geographical patterns. സ്ട്രോങ് സീസണൽ ആൻഡ് ജിയോഗ്രഫിക്കൽ പാറ്റേൺസ് കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഓൾവേസ് ലീഡ് ടു ഇൻക്രീസ് ഇൻ, അതായത് ഇത് ഇൻക്രീസ് ആവാൻ കാരണമാക്കുന്നു പറയുന്നില്ല. സീസണൽ വേരിയേഷനും ജിയോഗ്രഫിയും മൊസ്കിറ്റോ ബോൺ ഡിസീസ് ഉണ്ടാകുന്നത് ഇൻക്രീസ് ആക്കുന്നു എന്ന് പറയുന്നില്ല. സ്ട്രോങ് സീസണൽ ആൻഡ് ജിയോഗ്രഫിക്കൽ പാറ്റേൺസ് കാണിക്കുന്നു എന്നേ പറയുന്നുള്ളൂ, ഇൻക്രീസ് ആക്കുന്നു എന്ന് പറയുന്നില്ല. മനസ്സിലായോ? Yes, ma'am. Then Charlie, an increase in the rate of tick-borne encephalitis has been caused by milder winters and early arrival spring in Sweden. നമുക്ക് എവിടെ നിന്ന് ലൊക്കേറ്റ് ചെയ്യാം? നമുക്ക് ഒരു, ഞാൻ മാർക്ക് ചെയ്യുന്ന ലൈൻ നോക്കിയേ നിങ്ങൾ മിഡിലായിട്ട്.
In Sweden, a trend toward milder winter and early spring arrival may be implicated and increase the incidence of tick-borne encephalitis. May be implicate ചെയ്യുന്നതാണ്. Has been caused by അല്ല. മനസ്സിലായോ? Yes, ma'am. In Delta, malaria may have reappeared in East African highlands due to higher temperature. അപ്പോൾ higher temperature മൂലം ഈസ്റ്റ് ആഫ്രിക്കൻ ഹൈലാൻഡ്സിൽ എന്ത് ചെയ്യാം, മലേറിയ വീണ്ടും റീഅപ്പിയർ ആകാം എന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് ലാസ്റ്റിന്ന് ഒരു ഫോർത്ത് ലൈൻ, ദ റീസർജൻസ് മീൻസ് റീഅപ്പിയറൻസ് of malaria in the East African highlands may be explained by increasing temperature in that region. അതോ ആ റീജിയനിലെ ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ മൂലം ആകാം എന്നവിടെ പറയുന്നുണ്ട് റീഅപ്പിയറൻസ് ഉണ്ടായത്. കണ്ടോ ഇത് ആൻസർ? കണ്ടു മാഡം. ക്ലിയർ ആണോ? യെസ്. ഏതെങ്കിലും ഓപ്ഷൻ ഒന്നുകൂടി എലിമിനേറ്റ് ചെയ്ത് പറഞ്ഞു തരണോ? ഓക്കെ, വേണ്ട, ഇതെല്ലാം മനസ്സിലായി. 16th question. Which of the following would be the most appropriate heading for the paragraph 2? അപ്പോൾ most appropriate ആയിട്ട് ഹെഡിങ് ഏതാണ് പാരഗ്രാഫ് 2-ലുള്ള? ഓപ്ഷൻ എ, the link between global warming and disease epidemic. ഡിസീസ് എപ്പിഡമിക്കിന്റെ കാര്യം പറയുന്നുണ്ട്, ഗ്ലോബൽ വാർമിങ്ങിനെ പറ്റി പറയുന്നില്ല അല്ലേ? മെൻഷൻ ചെയ്തിട്ടില്ല. സി, an unexpected influence of climate on infectious disease. Unexpected influence അല്ല, unexpected influence അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എവിടെയോ ഉണ്ട് അല്ലെ? അതായത് ഒരു ഫോർത്ത് ലൈൻ, ദീസ് പാറ്റേൺസ് ആർ അൺസർപ്രൈസിങ് അല്ലെ? ഈ പാറ്റേൺസ്, അതായത് ഈ ഒരു ഡിസീസ് എപ്പിഡമിക്കും ക്ലൈമറ്റുമായിട്ട് ഒരു അസോസിയേഷൻ എന്താണെന്ന് പറയുന്നുണ്ട് ഇവിടെ. സർപ്രൈസിങ് അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ അൺഎക്സ്പെക്ടഡ് അല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ദെൻ ഡെൽറ്റ, the need for further research into climate change and infectious disease. നമുക്ക് ലാസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട്, however yet there are relatively few studies showing clear climate influences on infectious disease at inter and longer time scale. അതായത് relatively fewer studies ആണ് ഇതിനെ പറ്റി കാണിക്കുന്നതെന്നാ പറയുന്നത്, അല്ലാതെ ഫർദർ റിസർച്ച് വേണം എന്നൊന്നും പറയുന്നില്ല. ഉണ്ടോ? ഇല്ല. പിന്നെ നമുക്ക് ഇത് ഫുൾ ആയിട്ട് പറഞ്ഞേക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? സ്ട്രോങ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് ഔട്ട്ബ്രേക്ക് ഓഫ് ഡിസീസ്. വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലെ? അതിനെപ്പറ്റി സ്ട്രോങ് അസോസിയേഷൻ ആണ് കാണിച്ചേക്കുന്നത്. ഡയറക്റ്റ് ഷോ സ്ട്രോങ് സീസണൽ ആൻഡ് ജിയോഗ്രഫിക്കൽ പാറ്റേൺസ് ആ പറഞ്ഞേക്കുന്ന മേലത്തെ ഡിസീസ് കണ്ടീഷൻസുമായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആ ക്വസ്റ്റ്യനില്? ഇല്ല മാഡം. Next one, which of the following is closest in meaning the expression relatively few? Comparatively few. Relatively few എന്ന വേർഡ് മീനിങ് ആണ് കമ്പാരിറ്റീവ്ലി ഫ്യൂ. ബാക്കിയെല്ലാം നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ആ സിനോണിയം വേർഡ് ആണ് വന്നേക്കുന്നത്. 18, in paragraph 3, which of the following is not true? അതായത് false ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ബീറ്റ. കിട്ടിയോ? ഇല്ല മാം. അപ്പൊ ഫോൾസ് ക്വസ്റ്റ്യൻ വന്നു. അപ്പൊ നമ്മൾ എന്താ നോക്കാൻ പോണത്? ട്രൂ ആണ് നോക്കാൻ പോണത്. ഓപ്ഷൻ എ, ഇൻ പെറു ദ എൽ നാനോ ഈവന്റ് ലീഡ് ടു ഇൻക്രീസ്ഡ് റേറ്റ് ഓഫ് ഡയേറിയ. അത് നമുക്കൊരു തേർഡ് ലൈൻ നോക്കിയേ. In Peru, daily admissions of diarrhea increased by more than twofold during an El Nano event. അപ്പോൾ എൽ നാനോ ഇവന്റിന് ശേഷം എന്തായി? ഈ ഡയറിയയുടെ ഡെയിലി അഡ്മിഷൻസ് പെറുവിൽ ഇൻക്രീസ്ഡ് ആയി. അപ്പൊ അതല്ലേ ആൽഫ പറയുന്നത്? അതെ. നെക്സ്റ്റ് ഓപ്ഷൻ സി, ഔട്ട്ബ്രേക്ക് ഓഫ് കോളറ ഇൻ ബംഗ്ലാദേശ് ആൻഡ് പെറു ക്യാൻ ബി ലിങ്ക്ഡ് ടു എൽ നാനോ. അത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. ഒരു നെക്സ്റ്റ് ലൈനിൽ there is evidence of relationship between El Nano and timing of cholera epidemic in Peru and Bangladesh. അതും കാണിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ അതും? The meningococcal meningitis in Mali is influenced by weather patterns. Last line, the onset of meningococcal meningitis in Mali is associated with a large scale atmospheric circulation. ഈ atmospheric circulation പകരമാണ്
ഓപ്ഷനിൽ വെതർ പാറ്റേൺസ് എന്ന് പറഞ്ഞേക്കുന്നത്. ഓക്കെ ആയോ? ഡൗട്ട് ഉള്ളത്? ഓക്കെ മാം. ഇനി ആൽഫ നോക്ക്. അപ്പോൾ ഇവിടെ ആൽഫ അല്ല ബീറ്റയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. ബീറ്റ എൽ നാനോ ഹാസ് എ സിഗ്നിഫിക്കന്റ്ലി ഇയർലി ഇഫക്റ്റ് ഓൺ ഗ്ലോബൽ ക്ലൈമറ്റ് പാറ്റേൺ. നമുക്ക് ഫസ്റ്റ് ലൈനിൽ പറയുന്നുണ്ട് സെമി റെഗുലർ എൽ നാനോ ക്ലൈമറ്റ് സൈക്കിൾ സെന്റേഡ് ഓൺ ദ പസഫിക് ഓഷൻ ഹാസ് ആൻ ഇമ്പോർട്ടന്റ് ഇൻഫ്ലുവൻസ് ഓൺ ഇന്റർ ആനുവൽ ക്ലൈമറ്റ് പാറ്റേൺസ് ഇൻ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. ഇവിടെ ഓപ്ഷനിൽ പറയുന്നത് ഇയർലി അഫക്റ്റഡ് എന്നാണ്. പക്ഷെ പാരഗ്രാഫിൽ എന്താണ്? ഇന്റർ ആനുവൽ എന്നാണ്. ഇന്റർ ആനുവൽ മീൻസ് എന്താണ്? ഒക്കറിങ് ബിറ്റ്വീൻ എന്നൊരു മീനിങ് ആണ്. അവിടെ ആനുവൽ ഇയർലി എന്നൊരു മീനിങ് വരത്തില്ല കേട്ടോ. ആനുവൽ വെച്ചിട്ട് ഇന്റർ ആനുവൽ മീൻസ് ഒക്കറിങ് ബിറ്റ്വീൻ. ഓക്കെ ആയോ? Yes, ma'am. യെസ് മാം. 19. The main point the author wishes to rise in paragraph 4 is. അപ്പൊ ഇവിടെ ഒരു മെയിൻ പോയിന്റ് കിട്ടിയില്ലല്ലോ. ഇല്ല. കിട്ടിയില്ല. ഞാൻ കിട്ടിയാൻ ചോദിച്ചത് സമയം കളയണ്ടത് അല്ലേ? അത് ടഫായിരുന്നു ക്വസ്റ്റ്യനില്. നോക്ക്, ഇവിടെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാമേ. ബീറ്റ there is insufficient data to determine how significant climate factors are on infectious disease. അപ്പോ ഇത് എങ്ങനെ സിഗ്നിഫിക്കന്റ് ആണ് എന്ന് ഡിറ്റർമൈൻ ചെയ്യാനുള്ള ഡേറ്റ ഇൻസഫിഷ്യന്റ് ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നുണ്ട് these studies were performed mostly in country scale, reflecting the availability of data sources and perhaps the geographically local effects of El Nino on climate, in part because of this geographical patchiness of the epidemiological evidence. The identification of climate factors in infectious disease dynamic and relative importance of different factors remain controversial. For example, it has been suggested that climate trends are unlikely to contribute to the timing of dengue epidemic in Thailand. However, recent work has shown a strong but transient association between dengue incidents and El Nino event. അതായത് അവിടെ ഒരു റീസെന്റ് വർക്ക് കാണിക്കുന്നുണ്ട്, ഒരു സ്ട്രോങ് ആൻഡ് ബട്ട് ട്രാൻസിയന്റ് അസോസിയേഷൻ ഉണ്ടെന്ന് ഡെങ്കു ഇൻസിഡൻസും എൽ നാനോ തായ്ലാൻഡുമായിട്ട്. പക്ഷെ നമുക്ക് ഓപ്ഷൻ ഡിയിൽ പറഞ്ഞത് എന്താണ്? ക്ലൈമറ്റ് ഫാക്ടേഴ്സും ഇൻഫെക്ഷൻ ഡിസീസുമായിട്ട് എത്ര സിഗ്നിഫിക്കന്റ് ആണ് എന്ന് കാണിക്കാൻ ഒരു ഇൻസഫിഷ്യന്റ് ഡേറ്റ ആണെന്ന്. ഇൻസഫിഷ്യന്റ് ഡേറ്റ ആണോ? ഒരു വർക്കില് റീസെന്റ് വർക്കില് ഒരു സ്ട്രോങ് അസോസിയേഷൻ കാണിക്കുന്നു എന്ന് പറയുന്നില്ലേ? ഉണ്ട്. പിന്നെ സി ദ ലിങ്ക് ബിറ്റ്വീൻ ക്ലൈമറ്റ് ട്രെൻഡ്സ് ആൻഡ് ഡിസീസ് എപ്പിഡമിക് ഈസ് സ്റ്റിൽ ഇൻകൺക്ലൂസീവ്. ഇൻകൺക്ലൂസീവ് മീൻസ് അൺപ്രൂവ്ഡ് അല്ലെങ്കിൽ അൺകൺഫേംഡ്. അൺകൺഫേംഡ് ആണോ? ഈ സെയിം ലൈനിൽ തന്നെ പറയുന്നില്ല അസോസിയേഷൻ കാണിക്കുന്നുണ്ടെന്ന്. പിന്നെ ഡെൽറ്റ ദർ ഇസ് നോ കണക്ഷൻ ബിറ്റ്വീൻ ക്ലൈമറ്റ് ട്രെൻഡ്സ് ആൻഡ് ഡെങ്കു ഫീവർ ഇൻ തായ്ലൻഡ്. കണക്ഷൻ ഇല്ല എന്ന്. കണക്ഷൻ ഉണ്ടല്ലേ? ഒരു ട്രാൻസിയന്റ് മീൻസ് എന്താണ്? ടെമ്പററി ഒരു അസോസിയേഷൻ കാണിക്കുന്നുണ്ട്, അത് കണക്ഷൻ ഉണ്ട്. അപ്പൊ ഈ മൂന്ന് ഓപ്ഷനും എലിമിനേറ്റ് ചെയ്തിട്ട് ആൽഫ നോക്ക്. ഡിസ്പൈറ്റ് ഡിഫറിംഗ് ഒപ്പീനിയൻസ് ദർ ഇസ് എ സ്ട്രോങ് കറന്റ് എവിഡൻസ് ലിങ്കിങ് ക്ലൈമറ്റ് ഫാക്ടേഴ്സ് ആൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസ്. അതായത് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടായിട്ടും ക്ലൈമറ്റ് ഫാക്ടേഴ്സിനെയും ഇൻഫെക്ഷൻ ഡിസീസിനെയും ലിങ്ക് ചെയ്യുന്നതിനെ പറ്റി ഒരു എവിഡൻസ് ഇപ്പോഴും ഉണ്ട് എന്നാണ് കാണിച്ചേക്കുന്നത്. അതായത് നമുക്ക് ഇവിടെ എവിഡൻസ് കാണിക്കുന്നുണ്ട് ഈ ഹവർ എന്ന ലൈനിൽ നിന്ന്. അത് നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഇതിന് ഡിഫറെന്റ് ഒപ്പീനിയൻ ആണ് പറയുന്നത്. അത് സെക്കൻഡ് ലൈൻ തൊട്ട് പറയുന്നുണ്ട്. ഇൻ പാർട്ട് ബിക്കോസ് ഓഫ് ദിസ് ജിയോഗ്രഫിക്കൽ പാച്ചിനെസ്, the epidemiological evidence, the identification of climate factors in infectious disease is dynamic and relative importance of the different factors remain controversial. അതായത് ഇത് കോൺട്രാവേഴ്സ്യൽ ആണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ കോൺട്രാവേഴ്സ്യൽ എന്ന് പറയുന്ന വേർഡിൽ നിന്നാണ് ആ ഒരു ഡിഫറിംഗ് ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. കോൺട്രാവേഴ്സ്യൽ മീൻസ് എന്താണ്? വിവാദം എന്നൊക്കെ പറയാം മലയാളത്തിൽ, ഇഷ്യൂസ്. അപ്പൊ അവിടെ നമുക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻ എടുക്കാം. എന്നിട്ട് ഒരു കറന്റ് ആയിട്ട് സ്ട്രോങ് അസോസിയേഷൻ കാണിക്കുന്നുണ്ട് അവിടെ. മനസ്സിലായോ? രണ്ട് സെക്ഷനിൽ വേണം നമ്മൾ ആൻസർ എടുക്കാനായിട്ട്. ഒന്നുകൂടെ പറയാവോ ആൻസർ എടുത്തത്? എടാ അവിടെ നമുക്ക് ആ ഒരു ഓപ്ഷൻ ബിയില് ലാസ്റ്റ് പറയുന്നത് കറണ്ട് എവിഡൻസ് ഉണ്ട് എന്നാണ് അല്ലേ? അതാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന പിങ്ക് ലൈൻ. അവിടെ ഒരു സ്ട്രോങ് പക്ഷേ ട്രാൻസിയന്റ് മീൻസ് ടെമ്പററി അസോസിയേഷൻ കാണിക്കുന്നുണ്ട് ഡെങ്കു ഇൻസിഡൻസിനെയും എൽ നാനോനെയും പറ്റി. അപ്പൊ അവിടെ അസോസിയേഷൻ എവിഡൻസ് കാണിച്ചു. പിന്നെ
പറഞ്ഞേക്കുന്നത് ആ ഓപ്ഷൻ എയില് ഫസ്റ്റ് പാർട്ട് പറയുന്നത് ഒരു ഡിഫറിംഗ് ഒപ്പീനിയൻസിനെ പറ്റിയാണ്. ആ ഡിഫറിംഗ് ഒപ്പീനിയൻസിന് പകരമാണ് ആ ഗ്രീൻ ലൈനിൽ നോക്കിയിട്ട് ലാസ്റ്റ് ആയിട്ട് ഒരു കോൺട്രാവേഴ്സ്യൽ എന്ന് പറയുന്നുണ്ട്. റിമൈൻ കോൺട്രാവേഴ്സ്യൽ, അതായത് വിവാദം. ആ കോൺട്രാവേഴ്സ്യൽ എന്ന് വെച്ചിട്ടാണ് ഡിഫറിംഗ് ഒപ്പീനിയൻസ് എന്ന വേർഡ് വന്നേക്കുന്നത്. ക്ലിയർ ആയോ? The 20, according to paragraph 5, which of the following statement is correct? Alpha, കിട്ടിയായിരുന്നോ? ഇല്ല. ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് എന്നാണ് ക്വസ്റ്റ്യൻ. അത് ഈസി ക്വസ്റ്റ്യൻ ആയിരുന്നേ. ഇനി നോക്കൂ, ആൻസർ എന്താണ്? ആൽഫ. ബീറ്റ നോക്ക്. The mathematical tools used by Chauves and Packel demonstrate the link between sandflies and cutaneous leishmaniasis. നമുക്ക് സെക്കൻഡ് ലൈനിൽ പറയുന്നുണ്ട്. നെക്സ്റ്റ് പേജില് സെക്കൻഡ് പാരഗ്രാഫില് സെക്കൻഡ് ലൈൻ. Chauves and Packel use a range of mathematical tools to illustrate a clear relationship between climate variables and dynamic of cutaneous leishmaniasis. അതായത് ക്ലൈമറ്റ് വേരിയബിൾസും ഈ ക്യൂട്ടേനിയസ് ലീഷ്മാനിയാസിസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണ് അവർ ഇലിസ്ട്രേറ്റ് ചെയ്തത്. ഈ ക്യൂട്ടേനിയസ് ലീഷ്മാനിയാസിസ് എന്ന് പറയുന്ന ഡിസീസിനെ അവർ ഡിഫൈൻ ചെയ്യുന്നതാണ് എ സ്കിൻ ഇൻഫെക്ഷൻ ട്രാൻസ്മിറ്റഡ് ബൈ സാൻഡ്ഫ്ലൈസ്. അല്ലാതെ സാൻഡ്ഫ്ലൈസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല കാണിച്ചേക്കുന്നത്. മനസ്സിലായോ ബീറ്റ് എലിമിനേറ്റ് ചെയ്തത്? Yes, ma'am. Thanks, ma'am. C. Research by Chauves and Packel will allow for annual prediction of leishmaniasis outbreak. Last in third line, Chauves and Packel use this newly demonstrated association to enhance the forecasting ability of their models and predict the epidemic of leishmaniasis up to 1 year ahead. 1 year വരെ ഉള്ളതാണ്, അല്ലാതെ ആനുവൽ അല്ല, വർഷത്തിലുള്ളതല്ല. അപ് ടു 1 year എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രഡിക്ഷൻ. മനസ്സിലായോ അത്? Yes, ma'am. Delta El Nano is an accurate predictor disease due to its complexity and biological evidence. അങ്ങനെ ഒരു പോയിന്റ് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഉണ്ടോ? പിന്നെ ആൽഫ outbreak of cutaneous leishmaniasis is Costa Rica correspond with El Nano event. അത് നമുക്ക് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. First line, a new study of cutaneous leishmaniasis by Chauves and Packel also provide fresh evidence of relationship between climate and vector-borne disease. ഉടനല്ലോ. പിന്നെ ലാസ്റ്റ് ഇതിന് ഫോർത്ത് ലൈൻ, in Costa Rica cutaneous leishmaniasis display 3-year cycle that coincide with those El Nano. Coincide means associated. മനസ്സിലായോ? ഡൗട്ടൊന്നുമില്ലല്ലോ? റിപ്പീറ്റ് എടുത്ത് പറയട്ടെ. നെക്സ്റ്റ്. Yes, ma'am. Yes, ma'am. 21. Which of the following is closest meaning the word possibly? For phrase meaning ആണ് possibly. എവിടെയായിരുന്നു ആ വേർഡ് പറഞ്ഞേക്കുന്നത്? ലാസ്റ്റ് ലൈൻ ആയിട്ടല്ലേ? ഇൻട്രസ്റ്റിംഗ്ലി എന്ന് പറഞ്ഞ പാരഗ്രാഫിലെ സെക്കൻഡ് ലാസ്റ്റ് ലൈൻ, susceptibility in turn may be related to lack of specific immunity or poor nutritional status, both of which are possibly influenced by climate. ഒരു phrase meaning ആണ് possibly means possibly. Definitely അറിയാലോ, surely, regularly അറിയാം, occasionally അറിയാം. Possibly ആണ് possibly. 21. According to paragraph 6, which of the following statement is correct? Charlie, കിട്ടിയോ നിങ്ങക്ക്? ഇല്ല. Chauves and Packel എന്ന് പറയുന്ന പാരഗ്രാഫ് ആണ് 6th പാരഗ്രാഫ്. ഇവിടെ കറക്റ്റ് പോയിന്റ് ഏത്? ആൽഫ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലൈമറ്റ് ആൻഡ് ഡിസീസ് ഈസ് കോൺസ്റ്റന്റ്. കോൺസ്റ്റന്റ് മീൻസ് റെഗുലർ അല്ലെങ്കിൽ കണ്ടിന്യൂസ്. പക്ഷെ നമുക്ക് ആ ഒരു ഫസ്റ്റ് ലൈനിൽ തന്നെ പറയുന്നുണ്ട്, Chauves and Packel has identified a robust relationship between climate and disease. Robust means എന്താണ്? സ്ട്രോങ് റിലേഷൻഷിപ്പ്. കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നില്ല. ഉണ്ടോ? The outbreak of cholera appear to be unrelated to El Nano pattern. El Nano pattern ആയിട്ട് കോളറ ഔട്ട്ബ്രേക്ക് അൺറിലേറ്റഡ് ആണെന്ന്.
അത് നമുക്ക് ഇവിടെ പറയുന്നുണ്ട് ലാസ്റ്റ് പാർട്ടായിട്ട് നോക്കിയേ, ലാസ്റ്റ് സെക്കൻഡ് ലൈൻ. Another illustrating examples is the transient relationship between cholera prevalence and El Nino oscillation. അതായത് transient relation means temporary relation പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? ഓപ്ഷൻ സെവന്ത് പാരഗ്രാഫല്ലേ വരുന്ന പാരഗ്രാഫ് നമ്പറോ നോക്കട്ടെടാ. സിക്സ്ത് എന്ന് പറയുമ്പോ അതിന്റെ മുകളിലത്തെ പാരഗ്രാഫ് അല്ലേ വരിക? നോക്കട്ടെ. അത് സെവന്ത് പാരഗ്രാഫ് ആട്ടോ. പാരഗ്രാഫ് നമ്പർ തെറ്റിയതാണേ. ക്വസ്റ്റ്യനിൽ തെറ്റുവന്നാണ് ക്വസ്റ്റ്യനിൽ തെറ്റ് വന്നെയാ. ഞാൻ സിക്സ്താ വായിച്ചത് ആൻസർ, മറ്റേത് വായിച്ചത്. ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കിട്ടിയില്ല, അതുകൊണ്ട് ഇല്ല, മാറി. കിട്ടിയില്ല. ഇവിടെയല്ലേ എല്ലാം പറഞ്ഞേക്കുന്നത്. ഇനി ഡി നോക്കിയേ, ലാർജ് എപ്പിഡമിക് റെയർലി ഒക്കെ ഡ്യൂ ടു ക്ലൈമറ്റ് ചേഞ്ച്. അതും അവിടെ പറയുന്നുണ്ട്. എവിടെയാണ്? ഒരു തേർഡ് ലൈൻ, ഫോർത്ത് ലൈൻ ലാസ്റ്റ്. ലോങ് ടൈം ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ്, ഹ്യൂമൻ ഡെമോഗ്രഫി. അല്ല, ലാർജ് എപ്പിഡമിക്കിനെ പറ്റിയൊന്നും പറയുന്നില്ല അല്ലേ അവിടെ? ലാർജ് എപ്പിഡമിക്കിനെ പറ്റി പറഞ്ഞിട്ടില്ല. സോറി, അത് നമുക്ക് മെൻഷൻ ചെയ്യുന്നില്ല എന്ന് തോന്നുന്നു. എവിടെയെങ്കിലും പറയുന്നുണ്ടോ ലാർജ് എപ്പിഡമിക്കിന്റെ കാര്യം? ലാർജ് എഫക്ട്സ് ഓൺ ദ ഡൈനാമിക്സ് ഓഫ് എപ്പിഡമിക്സ് എന്ന് പറയുന്നുണ്ട്. ലാസ്റ്റ് തേർഡ് ലൈൻ, have large effect on dynamics of epidemics as underlined by the analysis of some large data sets. Long term changes അത് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ ഡെൽറ്റ ചാർലി, ദ ഡൈനാമിക് ഓഫ് എപ്പിഡമിക് ആർ അഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ പോപ്പുലേഷൻ, സൊസൈറ്റി ആൻഡ് വെദർ. അത് നമുക്ക് ഇവിടെ ഒരു ഫിഫ്ത്ത് ലൈൻ, ലാസ്റ്റ് ഇൻ തേർഡ് ലൈൻ, ലോങ് ടൈം ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ്. ക്ലൈമറ്റിന് പകരം നമുക്ക് എന്ത് പറയുന്നുണ്ട് അവിടെ? വെദർ പറയുന്നുണ്ട്. ഹ്യൂമൻ ഡെമോഗ്രഫി, അതിന് പകരം എന്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്? പോപ്പുലേഷൻ. സൊസൈറ്റിക്ക് പകരം സോഷ്യൽ ഫീച്ചേഴ്സ് എന്ന് ടെക്സ്റ്റ് പറയുന്നു. ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ ഹാവ് ലാർജ് ഇഫക്ട് ഓൺ ഡൈനാമിക് എപ്പിഡമിക് ഇൻ ആസ് അണ്ടർലൈൻ ബൈ ദ അനലൈസിസ് ഓഫ് സം ലാർജ് ഡേറ്റാബേസ് ഓൺ വൂപ്പിംഗ് കഫ് ആൻഡ് മീസൽസ്. മനസ്സിലായോ ആൻസർ എങ്ങനെ കിട്ടിയെന്ന്? ഒന്നുകൂടെ പറയാം മാഡം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടെ പറയോ? ഒരു സെക്കൻഡ്, ഏത് ഓപ്ഷനാ മനസ്സിലാവാത്തെ? The dynamic of epidemic are affected by change in population. അതാണ് ലാസ്റ്റ് ഒരു ഫോർത്ത് ലൈനില്. ലോങ് ടൈം ചേഞ്ചസ് ഇൻ ക്ലൈമറ്റ്, ക്ലൈമറ്റിന് പകരം ഓപ്ഷനില് വെദർ എന്ന് പറയുന്നുണ്ട്. ഹ്യൂമൻ ഡെമോഗ്രഫിക്ക് പകരം പോപ്പുലേഷൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഫീച്ചേഴ്സിന് പകരം അവിടെ സൊസൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹ്യൂമൻ പോപ്പുലേഷൻ ഹാവ് ലാർജ് ഇഫക്ട് ഓൺ ഡൈനാമിക് ഓഫ് എപ്പിഡമിക്. അവിടെ നിന്നാണ് the dynamic of epidemic are affected by changes in population, society and weather. അതാണ് കറക്റ്റ് ആൻസർ. തന്നേക്കുവാണേ, അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സ് മാറ്റിയിട്ട്. ഓക്കെ, അതല്ലേ ആൻസർ കറക്റ്റ്? അതാണ് കറക്റ്റ് ആൻസർ. ബാക്കിയെല്ലാം റോങ് അല്ലേ? അതെ. ഓക്കെ.